ജനം TV വാർത്തയെ തുടർന്ന് കുടിവെള്ളം ലഭിച്ചത് 3000-ൽ പരം കുടുംബങ്ങൾക്ക്. കരുവന്തുരുത്തിൽ 50 വർഷമായി ലഭിച്ചിരുന്ന കുടിവെള്ള വിതരണം മുടങ്ങിയ വാർത്ത ജനം TVയാണ് പുറത്തു കൊണ്ടുവന്നത്. വാർത്തയ്ക്ക് പിന്നാലെ അധികാരികൾ ഇടപെട്ടു. കുടിവെള്ളവും ലഭിച്ചു. ജനം ഇമ്പാക്ട്. മൂന്ന് മാസമായി മുടങ്ങിക്കിടന്ന കുടിവെള്ളം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കരുവന്തുരുത്തിയിലെ ജനങ്ങൾ. എന്തായാലും ഒരു മാധ്യമധർമ്മം എന്താണെന്നുള്ളത് കറക്റ്റ് ജനം TV നിർവഹിച്ചിരിക്കുകയാണ്. കാരണം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ആ ജനകീയ വിഷയത്തിൽ ഇടപെട്ട് ഞങ്ങൾക്ക് ആ കുടിവെള്ളം എത്തിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് വെള്ളം വന്നതിൽ സന്തോഷമുണ്ട്. ഇതിൽ വലിയൊരു സന്തോഷം ഉണ്ടാവില്ല. ഇതിപ്പോൾ വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു സന്തോഷമില്ല. വെള്ളം വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം. 3 മാസമായിട്ട് വെള്ളം ഇല്ലാതെ നിൽക്കുന്നു. ജനം TVൻ്റെ ആൾക്കാർ അവർ വന്നു കണ്ട് ഒക്കെ റെഡിയാക്കി. ജനം TV വന്ന് വാർത്തയായതിനു ശേഷം കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം ഒരു 6 മണിയായപ്പോഴാണ് ഇതിൽ വെള്ളം വന്നത്. ഇതിൽ ആക്റ്റീവായി നമ്മൾ ഇവിടെ വന്ന് എല്ലാ ബുദ്ധിമുട്ടുകളും അറിഞ്ഞ് അതിന് ജനം TV അതിനു വേണ്ടി പരിശ്രമിച്ചതിൽ ജനം TV ഇതൊരു വലിയ വാർത്തയാക്കിയതിൽ ലോകം മുഴുവനും ഈ ജനം TV വാർത്ത എത്തിയതിലും ഈ നാട്ടുകാർക്കും എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ തീരുമാനപ്രകാരം കുടിവെള്ള വിതരണം തൽക്കാലം 2 മാസത്തേക്ക് എന്ന രീതിയിലാണ്. എന്നാൽ തങ്ങൾക്ക് താൽക്കാലിക പരിഹാരമല്ല വേണ്ടത് എന്നാണ് ജനങ്ങൾ പറയുന്നത്. ഇത് ഒരു 2 മാസത്തേക്ക് മാത്രമാണ് ഈ ഒരു കുടിവെള്ളം വന്നിരിക്കുന്നത്. ഇനി ഏകദേശം ഏപ്രിൽ മാസത്തോടു കൂടിയാണ് ഏകദേശം കട്ടാകാൻ പോകുന്നത്. കാരണം 2 മാസം എന്ന് പറയുമ്പോൾ ഏപ്രിൽ മാസത്തോടെ മെയ് മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുടിവെള്ളത്തിന് അത്രയും ക്ഷാമമുള്ള സമയമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ജനകീയ കമ്മിറ്റി ഏറ്റെടുത്ത് നടത്തണമെന്നൊക്കെയാണ് മുനിസിപ്പാലിറ്റി പറയുന്നത്. അത് ഏത് രീതിയിൽ സക്സസ് ആവുന്നുള്ളത് അത് എങ്ങനെ എന്തായാലും കൗൺസിലർമാർ കൂടി നിന്ന് തീരുമാനിക്കേണ്ട വിഷയമാണ്. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തുടർന്നും കുടിവെള്ളം ഈ രീതി തന്നെ കിട്ടിപ്പോകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ കേട്ടതെല്ലാം സന്തോഷത്തിന്റെ പ്രതികരണങ്ങളാണ്. എന്നാൽ കരുവന്തുരുത്തിയിലെ ജനങ്ങൾ പ്രധാനമായി പറയുന്നത് തങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള പരിഹാരമല്ല, ശാശ്വതമായ പരിഹാരമാണ് വേണ്ടതെന്നാണ്. പ്രശോഭ് കുറ്റിയിലിനൊപ്പം വി സോണൽ കൃഷ്ണ, ജനം.